ഇനി യുദ്ധത്തിന്റെ ആശങ്കയുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കാണ്. സമാധാന ചർച്ചകൾ നടന്നുവന്ന ട്രംപിന്റെ വാദം തള്ളിക്കളഞ്ഞത് പിന്നാലെ ഇസ്രായേലിലേക്ക് വ്യാപക ആക്രമണം നടത്തിയ ഇറാൻ ടെലവീവിൽ ഉൾപ്പെടെ കനത്ത നാശമുണ്ടായി. നിരവധി പേർക്ക് പരിക്കേറ്റു. വടക്കൻ ഇസ്രായേലിലേക്ക് ഹെസ്ബുള്ള ഗ്രൂപ്പിന്റെ റോക്കറ്റ് ആക്രമണവും ശക്തമാണ്. സംഘർഷം കടുത്തോടെ ക്രൂഡ് ഓയിൽ വില ഇന്നും 100 മുകളിലേക്ക് ഉയർന്നിട്ടുണ്ട്. അജയ് സുധാബിജു ചേർന്ന വിവരങ്ങളുമായി. അജയ്, വലിയ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം പശ്ചിമേഷ്യയിൽ ഉണ്ടാകുന്നു. ഇസ്രായേലിലേക്ക് കടന്നാക്രമണം, നിരവധി വീടുകൾ തകർന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ. ആളപായമുണ്ടോ, വലിയ നാശനഷ്ടമുണ്ടോ, എന്താണ് ഒടുവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ? ടോം, നമുക്ക് പ്രാഥമിക ഘട്ടത്തിൽ 6 പേർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഇപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനം ഉൾപ്പെടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും മധ്യ ഇസ്രായേലിലും അതുപോലെ തന്നെ മുൻപ് ആക്രമണം നടന്ന തെക്കൻ ഇസ്രായേലിലേക്കുമായിരുന്നു ഇറാന്റെ പുതിയ ആക്രമണങ്ങൾ എന്ന് പറയുന്നത്. നേരത്തെ നടന്നിട്ടുള്ള അരാദ എന്ന് പറയുന്ന നഗരത്തിൽ ഉൾപ്പെടെ നിലവിലും ഇന്നും ആക്രമണം നടന്നിട്ടുണ്ട്. ടെല്ലവീവിലാണ് പ്രധാനമായിട്ടും ആക്രമണങ്ങൾ നടന്നത്. ഇസ്രായേലിന്റെ തലസ്ഥാനമാണ്, ജനസാന്ദ്രത ഏറെയുള്ള മേഖലയാണ്. ഇവിടെ ഉൾപ്പെടെ ഈ ആക്രമണം നടന്നു എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ നെഞ്ചെടുപ്പ് അത് ഒന്നുകൂടി കൂട്ടിയിട്ടുണ്ട്. ടെല്ലവീവിലെ 4 പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു നിലവിലെ ആക്രമണങ്ങൾ നടന്നത്. നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്, നിരവധി വാഹനങ്ങളും തകർന്നിട്ടുണ്ട് എന്നാണ് വിവരം ലഭിക്കുന്നത്. എന്നാലും പ്രാഥമിക ഘട്ടത്തിൽ 6 പേർക്ക് പരിക്കേറ്റ വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഇപ്പോൾ അവിടെയുള്ള ഇസ്രായേൽ പ്രതിരോധ സേന ഉൾപ്പെടെ രക്ഷാപ്രവർത്തനം അത് കൂടുതൽ സജീവമാക്കിയിരിക്കുകയാണ്. പോലീസ് ഉൾപ്പെടെ വേണ്ട നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഇസ്രായേലിന്റെ തെക്കൻ മേഖലകളിലേക്ക് 2 ദിവസം മുൻപേ ഇറാന്റെ ആക്രമണം ഉണ്ടായ സമയത്ത് ഇസ്രായേൽ ഈ പൊതുസമ്മേളനങ്ങൾ ഉൾപ്പെടെ നിരോധിച്ചിരുന്നു. സ്കൂളുകളിലെ ക്ലാസുകൾ ഉൾപ്പെടെ നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കി. അതുകൊണ്ട് തന്നെ അധികം ജനങ്ങൾ ഈ പുറത്തുണ്ടായിരുന്ന സമയത്തല്ലായിരുന്നു ആക്രമണം നടന്നത് എന്നതാണ് ഒരു ആശ്വാസജനകമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. നിരവധി ജനങ്ങൾ, ഏതാണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോഴും ബങ്കറുകൾക്കുള്ളിൽ തന്നെയാണ് തുടരുന്നത് എന്നാണ് ഇസ്രായേലിൽ നിന്നുള്ള ഒരു വിവരങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ വടക്കൻ ഇസ്രായേലിലും നിലവിൽ ആക്രമണങ്ങൾ രൂക്ഷമാണ്. എന്നാൽ ഇതുള്ളത് ഇറാന്റെ ഭാഗത്ത് നിന്നല്ല, ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ ഭാഗത്ത് നിന്നാണ് ഈ വടക്കൻ ഇസ്രായേലിലെ ആക്രമണമുള്ളത്. റോക്കറ്റ് ലോഞ്ചറുകൾ ഉപയോഗിച്ച് ഇപ്പോഴും അവിടെ സജീവമായി ആക്രമണങ്ങൾ